ഇരിഞ്ഞാലക്കുടയില് ആത്മഹത്യ ചെയ്ത പെൺകുട്ടി ഫസീല അവളുടെ വീട്ടിലേക്ക് അവസാനമായിട്ട് അയച്ച മെസ്സേജസ് ആണ് ഇതെല്ലാം. അതുല്യ അനുഭവിച്ചിരുന്ന പീഡനങ്ങൾ വീഡിയോ സഹിതം പല പ്രാവശ്യം വീട്ടിൽ അറിയിച്ചിട്ടുണ്ട്. വിഭജിക മരിക്കുന്നതിന് മുമ്പ് ബന്ധുവിനെ വിളിച്ച് താൻ അനുഭവിക്കുന്ന പീഡനങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു കുറ്റകൃത്യം നടക്കുന്നത് അറിഞ്ഞിട്ടും അതിനെതിരെ പ്രതികരിക്കാതെ നിശബ്ദരായിട്ട് നോക്കിയിരുന്ന ഈ പെൺകുട്ടികളുടെ വീട്ടുകാരും ഈ കുറ്റകൃത്യത്തില് കൂട്ടുപ്രതികളല്ലേ? ഒരുപാട് കാലത്തെ പ്ലാനിങ്ങിന് ശേഷമൊന്നും അല്ല ഈ പെൺകുട്ടികൾ ആരും ആത്മഹത്യ ചെയ്തത്. പെട്ടെന്നുണ്ടായ വിഷമം സഹിക്കാൻ പറ്റാതെ ഒരു നിമിഷത്തെ തോന്നലിലാണ് ഇവരെല്ലാവരും ആത്മഹത്യ ചെയ്തത്. പെൺകുട്ടികളുടെ മാതാപിതാക്കളോടാണ്. നിങ്ങൾ സ്വർണത്തിൽ പൊതിഞ്ഞ് കല്യാണം കഴിപ്പിച്ചയച്ച നിങ്ങളുടെ മകള് എപ്പോഴെങ്കിലും അവരനുഭവിക്കുന്ന വേദനകള് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കുക, സമാധാനിപ്പിക്കുക, കൂടെ നിർത്തുക. കാരണം അതുല്യക്കും ഫസീലയ്ക്കും വിഭജികയ്ക്കും ഒക്കെ തോന്നിയ ആ ഒരു നിമിഷത്തെ തോന്നല് നിങ്ങളുടെ മകൾക്ക് തോന്നാൻ ഒരുപാട് കാലതാമസം ഉണ്ടാവില്ല. അതിനുശേഷം നിങ്ങൾ എത്ര നിലവിളിച്ചാലും അത് വെറും അഭിനയമായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ.